എത്ര നാൾ കാത്തിരുന്ന് ഒന്ന് കാണുവാൻ, എത്ര നാൾ ഞാനിരുന്ന് ഒന്ന് മിണ്ടുവാൻ. നല്ല രസകരമായൊരു സംഭവം ഇന്നുണ്ടായി. അതായത് ഞാനിന്ന് പരിയാരം ഹോസ്പിറ്റലിൽ പോയി. നമുക്ക് കാരുണ്യത്തിൻ്റെ പേപ്പറിലുണ്ട് കേട്ടാ. അവിടെ പോയി കഴിഞ്ഞാൽ സുബ്ഹാനല്ലാഹ് എത്രയോ പ്രാവശ്യം ഞാൻ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം കാരുണ്യത്തിൻ്റെ പേപ്പർ നമുക്ക് അവകാശപ്പെട്ടതാണ്. ഒന്ന്. രണ്ടാമത് എന്ന് പറഞ്ഞാൽ ഈ കാരുണ്യത്തിൻ്റെ പേപ്പർ നിങ്ങൾ അറിയാൻ വേണ്ടിയും കൂടി ഞാൻ പറയുന്നതാണ്. അതായത് ഒരു പ്രാവശ്യം എനിക്ക് അറ്റാക്കായി. ഞാൻ AKG പോയി. 1.5 ലക്ഷം ഉറുപ്പ്യ എൻ്റെ അടുത്ത് ₹1 ഉണ്ടായിട്ടില്ല. എൻ്റെ ജ്യേഷ്ഠാനുജന്മാരെല്ലാം കൂടി കൊടുത്ത് ഞാൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടു. ഓക്കെ. രണ്ടാമത്തെ പ്രാവശ്യം എനിക്ക് അറ്റാക്കായ സമയത്ത് ഇതെങ്ങനെ ജ്യേഷ്ഠാനുജന്മാരെല്ലോ അവിടെ എല്ലാം ഇനിയും ചോദിക്കുക, ഒരു നാണുമാനെല്ലാം വേണ്ടേ. അങ്ങനെ ആണ് ഞാൻ അറിയുന്നത് പരിയാരത്ത് പോയി കഴിഞ്ഞാൽ കാരുണ്യത്തിൻ്റെ പേപ്പർ ഉണ്ടാക്കി കഴിഞ്ഞാൽ എല്ലാം ഫ്രീയാണ്. സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്. 10-15 ദിവസം ഞാൻ അഡ്മിറ്റായി. അവിടെ മുഴുവനും പൈസ നമ്മളെ പൊന്നുപോലത്തെ ഗവൺമെൻറ്, അത് ആരുണ്ടാക്കിയതാണെന്ന് എനിക്കറിയില്ല കേട്ടാ. ആരായാലും നമ്മൾ ഗവൺമെൻറ് നല്ല ഗവൺമെൻറ്റാണ്. നമ്മളെ നല്ല നാട്ടിലെ നമ്മൾ ജനിച്ചിന്. മാഷാ അല്ലാഹ്. നമ്മൾ ഏറ്റവും വലിയ ഭയങ്കര ഭാഗ്യവന്മാരാണ്. ഒന്ന് നമ്മളെ ഉമ്മാക്കും ഉപ്പാക്കും നമ്മൾ ജനിച്ചത് അൽഹംദുലില്ലാഹ്. ഒന്ന് ഇന്ത്യയിൽ ജനിച്ചത്, പിന്നൊന്ന് കേരളത്തിൽ ജനിച്ചത്. മാഷാ അല്ലാഹ്. എത്ര നല്ല നല്ല മനുഷ്യന്മാർ, എത്ര നല്ല ഗവൺമെൻറ് നമ്മളിത്. ഏത് ഗവൺമെൻറ് ആക്കിയത്, എന്ത് ഗവൺമെൻറ് എന്തായാലും, ഏത് ഗവൺമെൻറ് ആയാലും എന്തായാലും എന്തോന്നറിയില്ല. ഈ കർണാടക സ്റ്റേറ്റ്, തമിഴ്നാടെല്ലാം നോക്കിയാട്ടെ, അക്കണക്കിന് അതെല്ലാം വെച്ച് നോക്കുമ്പോൾ നമ്മളെ നാട് എത്ര നല്ല നാടാണ്. എല്ലാ ആനുകൂല്യങ്ങളും ഉണ്ട് ഞങ്ങൾക്ക്. പക്ഷെ അത് വാങ്ങിക്കാൻ ഞങ്ങളൊക്കെ അറിയില്ല എന്നുള്ളതാണ്. അങ്ങനെ കാരുണ്യത്തിൻ്റെ പേപ്പറിലാക്കി 1.5 ലക്ഷം ഉറുപ്പ്യ അവിടെ നിന്ന് അത് ഗവൺമെൻറ് കൊടുത്ത്. പിന്നെയും എനിക്ക് സുഖമില്ലാണ്ടായി. പിന്നെയും ഞാൻ പോയി. ഞാൻ ഇതെല്ലാം ഇങ്ങനെ എടുത്ത് പറയുന്നതിന് കാരണം എന്താണെന്ന് പറഞ്ഞാൽ സുബ്ഹാനല്ലാഹ്, നമ്മൾ ഈ പുറത്ത് കാണുന്ന മോടിയൊന്നുമല്ല, ഉള്ളിൽ ഒരു 90% ആൾക്കാർ വിഷമത്തിലാണെന്ന് വിശ്വസിക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാൻ ഇതിങ്ങനെ എടുത്ത് പറഞ്ഞതിൻ്റെ കാരണം. അതേപോലെ സുഖമില്ലാണ്ടായി കഴിഞ്ഞാൽ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോകും, അവിടെ ക്യൂ നിൽക്കും. 5 റുപ്യ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ടോക്കൺ തരൂ, നമുക്ക് വേണ്ടുന്ന മരുന്നുകൾ മുഴുവനായിട്ട് ഫ്രീ തരൂ. ഞാൻ കഴിക്കുന്ന മരുന്നുകൾ മുഴുവനും ഫ്രീ ആണ്. ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിന്ന് മരുന്ന് തരുന്നുണ്ട്. അത് മറ്റും ഞാൻ പുറത്ത് പോയിട്ട് മേടിച്ചിട്ടുണ്ടെങ്കിൽ 4-5 റുപ്യ എന്തായാലും വേണം മാസത്തിൽ. അൽഹംദുലില്ലാഹ്. അങ്ങനെ ഞാനിന്ന് ഹോസ്പിറ്റലിൽ പോയ സമയത്ത് ഞാൻ എൻ്റെ കൂടെ വളർന്ന ചിത്രനെ കണ്ട്. ചിത്ര, രാജി, അനി, സുലേഖ, നമ്മളെ അയൽവാസിയാണ്. ചിത്രനെ കണ്ടപ്പോൾ ഒരു 10-15 വർഷത്തിന് ശേഷമാണ് ഞാൻ ചിത്രനെ കാണുന്നത്. ചിത്ര കാണിച്ച ആ സ്നേഹമുണ്ടല്ലോ, ആ സാഹോദര്യം, സ്വന്തം കൂടപ്പുറപ്പിനെ പോലെ മേത്തെല്ലാം മുട്ടിയിട്ട്, എടാ ഇച്ചതിനെ കണ്ടിട്ട് എത്രയായി എന്നെല്ലാം പറഞ്ഞിട്ട്. പാവം അതിൻ്റെ ഭർത്താവിന് സുഖമില്ലാണ്ടായിട്ട്, ക്യാൻസറാണ്, സുഖമില്ലാണ്ടായിട്ട് കാണിക്കാൻ വേണ്ടി വന്നതാണ്. അങ്ങനെ അതിനെപ്പോലെ തന്നെ, അതായത് എന്താ പറയുക, കാരുണ്യത്തിൻ്റെ പേപ്പറിലാക്കിയിട്ട് എല്ലാ ട്രീറ്റ്മെൻറ്റും ഫ്രീ. നമ്മൾ പറയും മെഡിക്കൽ കോളേജിൽ, ഞാൻ എൻ്റെ ചെറുപ്പത്തിലെല്ലാം ഭയങ്കര പേടിയായിരുന്നു എനിക്ക്. ഈ പരിഹാരം എന്നെല്ലാം പറഞ്ഞ് കേട്ട് കഴിഞ്ഞാൽ പേടിയാണ്. മെഡിക്കൽ കോളേജിൽ നിന്നെല്ലാം പറയുമ്പോൾ നമുക്ക് പേടിയാണ്. എന്താ ട്രീറ്റ്മെൻറ്റ്. ICUലെല്ലാം പോയി കഴിഞ്ഞാൽ ആരും ഇല്ലെങ്കിലും പ്രശ്നമില്ല, മനസ്സിലായില്ലേ. പക്ഷെ നമ്മളെ പരിപാലിക്കുന്നവർക്കാണ് വിഷമം വരുന്നത്. അവർ പുറത്ത് നിൽക്കേണ്ടി വരുന്നുണ്ട്, വിഷമിക്കേണ്ടി വരുന്നുണ്ട്, അതൊക്കെ. പക്ഷെ എന്തോന്നറിയില്ല, ഭയങ്കര ട്രീറ്റ്മെൻറ്റാണ്, സൂപ്പർ ട്രീറ്റ്മെൻറ്റാണ്. മെഡിസിനൊക്കെ ഫ്രീ ആണ്. അപ്പോൾ നമ്മളിതെല്ലാം അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് ഞാനങ്ങനെ പറയുന്നതെന്നേ ഉള്ളൂ. ചിത്രൻ്റെ ആ സ്നേഹം ഉണ്ടല്ലോ, ഇന്ന് എവിടെ ആ സ്നേഹം? ഇന്നുള്ള ന്യൂ ജനറേഷൻ കുട്ടികൾക്കൊന്നും ഈ സ്നേഹം കിട്ടുന്നില്ല. കിട്ടാത്തതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ എല്ലാവരും സ്വാർത്ഥരായി മാറിയിരുന്നു. ഞാനും എൻ്റെ ഭാര്യയും ഒരു തട്ടാനും എന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥയിലാണ്. ഫ്ലാറ്റിൽ ജീവിക്കുന്നവരവസ്ഥ അതന്നെ. തൊട്ടടുത്ത അയൽവാസിൻ്റെ പേര് പോലും അറിയില്ല. തൊട്ടടുത്ത അയൽവാസിയുടെ പേര് പോലും അറിയില്ല. അങ്ങനത്തെ ഒരു ജീവിത രീതിയാണ്. പക്ഷെ നമ്മളൊക്കെ ചെറുപ്പത്തിൽ ജീവിച്ച ആ ഒരു സ്നേഹമെല്ലാം ഉണ്ടല്ലോ, അത് സത്യത്തിൽ എൻ്റെ കണ്ണിന്ന് വെള്ളം വന്നു പോയി കേട്ടാ. എന്തോ ഒരു സ്നേഹം. ഞങ്ങൾക്കും അങ്ങോട്ടും
അവർക്ക് ഇങ്ങോട്ട് മാത്രമല്ല, ചിത്രയ്ക്ക് ഇങ്ങോട്ട് മാത്രമല്ല, ഒരു സ്വന്തം പെങ്ങളെ കണ്ട പോലുള്ളൊരു എന്താണെന്നാ പറയേണ്ടത് അത്രക്കും. കാരണം നമ്മൾ വളർന്നു വന്ന ചുറ്റുപാട് അങ്ങനത്തേതായിരുന്നു. ചെറുപ്പത്തിൽ വല്ലാത്ത സ്നേഹത്തിൽ കഴിഞ്ഞ ചുറ്റുപാടുകൾ ഇന്ന് തൊട്ടടുത്ത അയൽവാസിനെ അറിയാവുക, അയൽവാസിക്ക് സുഖയില്ലാണ്ടായാൽ അറിയുക, അയൽവാസിൻ്റെ വിഷമം അറിയാവുക, നമ്മൾ പട്ടിണി കിടക്കുന്നതെന്ന് അറിയുക. ഒരു കാര്യം അറിയില്ല കേട്ടാ, ഒരു കാര്യം അറിയില്ല, ഒരു കാര്യം അറിയില്ല. ചലോ ബോയ്, അള്ളാഹെ ഖുദാഹെ, അസ്സലാമു അലൈക്കും. ബോറടിച്ചാ ക്ഷമിച്ചാളാ.